അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മദീനത്തിന്റെ പള്ളിയിലിരിക്കവേ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു അഅറാബിയായ മനുഷ്യൻ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഞങ്ങളെയും വിട്ട് അകന്നവനാണോ അതോ ഞങ്ങളുടെ സാമീപ്യമുണ്ടോ നബിയേ? അല്ലാഹു ഞങ്ങളെയും വിട്ടങ്ങ് അകലെയാണോ നബിയേ അതോ ഞങ്ങളുടെ അടുത്ത് തന്നെയുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഈ അഅറാബിയായ മനുഷ്യൻ തന്റെ റബ്ബിനെ കുറിച്ച് ചോദിച്ചപ്പോ നസലൽ അമീൻ, മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ജിബ്രീൽ വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 186ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാണ്. വൈദാ സഅലക ഇബാദി അന്നിഹി, നബിയെ, എന്റെ ദാസന്മാർ, എന്റെ അടിമകൾ അങ്ങയുടെ അരികിൽ വന്നുകൊണ്ട് എന്നെ പറ്റിയിട്ടവർ ചോദിച്ചു കഴിഞ്ഞാൽ ഫഇന്നീ ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദാൻ, അങ്ങ് പറഞ്ഞു കൊടുക്കണേ, ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ടെന്ന്. ഞാൻ അവരുടെ സമീപത്തുണ്ട് നബിയേ, ഞാൻ അവരുടെ കർണനരമ്പുകളോട് അടുത്തവനാണ് നബിയേ. അതേപോലെ ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദാൻ, അവരെന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ആകാശത്തിന്റെ വിരിമാറിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിക്കൊണ്ട് അവരെന്നോട് ആവലാതി പറഞ്ഞാൽ, അവരുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ, അവരുടെ ദുഃഖങ്ങൾ പറഞ്ഞാൽ, അവരുടെ വിഷമങ്ങൾ എന്നോട് പറഞ്ഞാൽ ഉജീബു ദഅവത്തദ് ദാഇ, അവന്റെ വിഷമങ്ങളും അവന്റെ സങ്കടങ്ങളും അവന്റെ പ്രയാസങ്ങളുമെല്ലാം മാറ്റിക്കൊടുക്കുന്നവൻ ഞാനാണ്. അവന്റെ ഏത് പ്രശ്നങ്ങളും ഞാനാണ് പരിഹരിച്ചു കൊടുക്കുന്നത്. സഹോദരങ്ങളെ, മക്കളില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ടല്ലോ, മക്കളില്ലാതെ വല്ലാത്ത സങ്കടത്തോടുകൂടി കണ്ണീരോട് കൂടി കഴിയുന്ന സഹോദരിമാരുണ്ടല്ലോ. പലരും പലപ്പോഴായി പറയാറുണ്ട്, വിഷമങ്ങൾ പറയാറുണ്ട്. ഞാൻ എൻ്റെ ദിക്റിന്റെ മജ്ലിസുകളിലും ഞാൻ എൻ്റെ വാളിന്റെ മജ്ലിസുകളുമെല്ലാം പോകുന്ന സമയത്ത് പല സഹോദരിമാരും വന്നുകൊണ്ട് വിഷമങ്ങൾ പറയാറുണ്ട്. ഉസ്താദേ, ദുആ ചെയ്യണേ, മക്കളില്ല, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട്. സഹോദരങ്ങളെ, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുകയാണ്, ഇദാ ദഅാൻ, അവരെന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഉജീബു ദഅവത്തദ് ദാഇ, അവർ ചോദിക്കുന്നതിന് ഞാൻ ഉത്തരം കൊടുക്കുകയാണ്. അല്ലാഹുവിനോട് ചോദിക്ക് പ്രിയപ്പെട്ടവരെ. അല്ലാഹു നമ്മുടെ പാവങ്ങളൊക്കെ പുറത്തു തരുന്നവനവനാണ്, നമ്മുടെ വിഷമങ്ങൾ മാറ്റിത്തരുന്നവനവനാണ്, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്നവനവനാണ്. മക്കളില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ട സഹോദരാ, സഹോദരീ,
മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അരികിലേക്ക് ഒരു ദിവസം അതാ 3 മാലാഖമാര് കടന്നു വരികയാണ്. 3 മാലാഖമാര് കടന്നു വന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുന്നു, ഏ ഇബ്രാഹിം, നിങ്ങൾ വല്ലാത്ത ദുഃഖത്തിലല്ലേ, നിങ്ങൾ വല്ലാത്ത വിഷമത്തിലല്ലേ, നിങ്ങൾ വല്ലാത്ത പ്രയാസത്തിലല്ലേ? നിങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇസ്മായിൽ എന്ന പൊന്നുമോനെ തന്ന് സന്തോഷ വാർത്ത അറിയിക്കാൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വല്ലാത്ത അത്ഭുതത്തോടുകൂടി അതാ ജിബ്രീലിനോട് ചോദിക്കുന്നു, ജിബ്രീൽ, എന്റെ ആരോഗ്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഞാൻ വാർദ്ധക്യത്തിലേക്ക് കടന്നുപോയി. എന്റെ ഭാര്യയ്ക്കാണെങ്കിലോ 95 വയസ്സായി, അവൾ ഇനിയും പ്രസവിക്കുകയോ, അവൾക്കതിനുള്ള ആരോഗ്യമില്ലല്ലോ. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ മറുപടി എന്താ? ശൂന്യതയിൽ നിന്നാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മക്കളെ തരുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു സൃഷ്ടിക്ക് ജന്മം കൊടുക്കുന്നത് ശൂന്യതയിൽ നിന്നാണ്. സഹോദരങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തല്ലേ മക്കളെ തരുന്നത്. അതുകൊണ്ട് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കണം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശൂന്യതയിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ മുഴുവനും പടച്ചെടുത്തത്. ഇക്കാണുന്ന ആകാശത്തെയും ഇക്കാണുന്ന ഭൂമിയെയും ഇക്കാണുന്ന മുഴുവൻ സർവചരാചരങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചത് ശൂന്യതയിൽ നിന്നാണ്. അതേപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളെയും പടച്ചത്. മനുഷ്യനെയും താരാപഥങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും പടച്ചത് അല്ലാഹു അല്ലേ. അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഉത്തരം നൽകുന്നതാണ്. അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കണം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞതുപോലെ ഫൽയസ്തജീബൂ ലീ വൽയുമിനൂ ബി ലഅല്ലഹും യർഷിദൂൻ. എന്റെ അടിമ എന്നോട് ചോദിച്ചു കൊള്ളട്ടെ. ഫൽയസ്തജീബൂ ലീ, എന്റെ അടിമ എന്നോട് ചോദിച്ചു കൊള്ളട്ടെ. വലയുമിനൂ ബി, അവരെന്നെ കൊണ്ട് വിശ്വസിച്ചു കൊള്ളട്ടെ. വിശ്വാസത്തോടുകൂടി, ഉറപ്പായ ദൃഢമായ വിശ്വാസത്തോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നമ്മൾ പറഞ്ഞാൽ, അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ചാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വഴി തെളിയിച്ചു തരുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സന്മാർഗം നമുക്ക് കാണിച്ചു തരുന്നതാണ്. പ്രവാചകന്മാർക്ക് അല്ലാഹു സന്മാർഗം കാണിച്ചു കൊടുത്തതുപോലെ, സ്വഹാബത്തിന് അല്ലാഹു സന്മാർഗം കാണിച്ചു കൊടുത്തതുപോലെ നമുക്കും അല്ലാഹു സന്മാർഗം കാണിച്ചു തരുന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് ചോദിക്കണം, ആ പടച്ച റബ്ബിനോട് ചോദിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ എപ്പോഴും അല്ലാഹു റബ്ബുൽ ഇസ്സത്തുമായിട്ട് അടുക്കണം. അത് ദുആയിലൂടെയാണ് അടുക്കേണ്ടത്. ദുആയിലൂടെയാണ് അല്ലാഹുവുമായിട്ട് അടുക്കേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധികമായ ദുആയും നബിതങ്ങൾ അധികമായിട്ടും ചെയ്യുന്നതായ ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. അല്ലാഹുവേ നീ എനിക്ക് സന്മാർഗം കാണിച്ചു തരണേ അല്ലാഹ്. അല്ലാഹുവേ നീ നേരായ മാർഗം, സത്യമായ വഴികൾ നീ എനിക്ക് തുറന്നു തരണേ അല്ലാഹ്. എന്റെ തടസ്സങ്ങൾ മുഴുവനും മാറ്റി എന്നെ നീ സന്മാർഗത്തിലേക്ക്, നന്മയുടെ പാതയിലേക്ക് നീ എന്നെ എത്തിക്കണേ അല്ലാഹ്. വത്തുഖാ, ജീവിതത്തിൽ നീ സൂക്ഷ്മത,
തഖ്വയുള്ള ജീവിതം നീ ഞങ്ങൾക്ക് നൽകണമേ അല്ലാഹ്. വൽ ഗിന, അല്ലാഹുവേ എല്ലാ വസ്തുക്കളെ തൊട്ടും മതിയായ, എല്ലാ വസ്തുക്കളെ തൊട്ടും മതിയാകുന്നതായ, സംതൃപ്തമാകുന്നതായ, മനസ്സിന് ഉതുകുന്നതായ, മനസ്സിന് സന്തോഷം തരുന്നതായ അവസ്ഥകൾ, കാര്യങ്ങൾ നീ നൽകണമേ അല്ലാഹ്. അത് സമ്പത്തായിരുന്നാലും മതിയായ സമ്പത്ത് തരണമേ അല്ലാഹ്. തരുന്ന സമ്പത്തിൽ നീ ബറക്കത്ത് ചൊരിയണമേ റബ്ബേ. വൽ അഫാഫ, അല്ലാഹുവേ മാപ്പ് അത് നീ നൽകണമേ അല്ലാഹ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അധികമായിട്ടും അല്ലാഹുവിനോട് ചോദിക്കുമായിരുന്നു. നമുക്കും ആ റബ്ബിനോട് ചോദിക്കണം. അല്ലാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ.